ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന വിഷയം ബൈബിളിനെ കുറിച്ചുള്ളതാണ്. ഈ പഠന പരമ്പരയുടെ 96-ാമത്തെ അവതരണത്തിലാണ്. 96-ാമത്തെ അവതരണം ബൈബിൾ. നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൻ്റെ അധികാരം, ബൈബിളിൻ്റെ ആധികാരികത. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ബൈബിളിനോടുള്ള സമീപനം. ബൈബിൾ പഠനം നാം പൂർണ്ണമായിട്ടും സന്തോഷത്തോടെ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ബൈബിൾ നമ്മുടെ ധാർമ്മിക ജീവിതത്തിന് മതിയായ വഴികാട്ടിയാണ് എന്ന് നമുക്കുറപ്പുണ്ടായിരിക്കണം. നമ്മുടെ ധാർമ്മിക ജീവിതം, സദാചാരപരമായ സന്മാർഗപരമായ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ തരത്തിലുള്ളതായ നടത്തിപ്പിനും ബൈബിൾ മതിയായതാണ് എന്ന് നാം പൂർണ്ണമായും വിശ്വസിച്ചാൽ മാത്രമേ ബൈബിൾ പഠനം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇത് വെറുമൊരു പുസ്തകമല്ല. ഇപ്പം നാം വിശ്വസിക്കണം, ബൈബിൾ ഒരു മനുഷ്യൻ്റെ ആത്മീക ആവശ്യങ്ങൾക്ക് മതിയായ മറുപടിയാണ്. മനുഷ്യന് ആത്മാവുണ്ട്. മനുഷ്യൻ്റെ ആത്മീക ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നൽകിത്തരുന്ന അനുഗ്രഹത്തിലൂടെയാണ്, വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ആത്മീക ആവശ്യങ്ങൾ പൂർണ്ണ തൃപ്തിയോടെ പരിഹരിക്കാൻ കഴിയുന്നത് വചനത്തിലൂടെ മാത്രമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവവചനം നമ്മൾ പഠിക്കുവാൻ. അത് വളരെ ആവശ്യമാണ്. ദൈവഭക്തിയിൽ ജീവിക്കുവാനും നാം ബൈബിൾ ആശ്രയിക്കുമ്പോൾ ഈ ബോധ്യം വേണം, ബൈബിൾ അന്തിമമാണ്. ദൈവവചനത്തിനൊരു അധികാരമുണ്ട്. അപ്പോൾ ഈ ഒരു വിശ്വാസവും മനോഭാവവും ബൈബിളിനെ നമ്മൾ സമീപിക്കുമ്പോൾ അത് ആവശ്യമാണ്. ജീവിതത്തിൽ നാം നേരിടുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രഹേളികകൾ, ഇവയുടെയെല്ലാം പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. പക്ഷെ വചനത്തെ നാം ആധികാരികമായിട്ട് അംഗീകരിച്ചുകൊണ്ട് വേണം അതിനെ സമീപിക്കുവാൻ. ഇപ്പോൾ ബൈബിളിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമുക്ക് പറയാൻ കഴിയണം, വചനം എന്തു പറയുന്നു, വചനം ഇങ്ങനെ പറയുന്നുണ്ടോ, ഇത് വചനപ്രകാരമുള്ളതല്ലല്ലോ. അപ്പോൾ വചനത്തിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് സമർത്ഥമായ ജീവിതത്തിൻ്റെ രഹസ്യം. മനുഷ്യർ പറയുന്നതോ മറ്റേ മാനുഷിക അധികാരങ്ങൾ പറയുന്നതോ മനുഷ്യ സങ്കടങ്ങൾ പറയുന്നതല്ല, ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്. അത് നമ്മളൊരു ശീലമായി മാറിയാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ ബൈബിളിനെ നാം സമീപിക്കുമ്പോൾ നാം അതിൽ നിന്ന് കണ്ടെത്തുന്ന പല തത്വങ്ങൾ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓരോ തവണ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആത്മീകമായ പല സത്യങ്ങൾ, തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ, ശാസനകൾ, ഗുണീകരണങ്ങൾ പലതും നമുക്ക് കിട്ടും വചനത്തിലൂടെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാൻ നാം ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകും. അപ്പോൾ സമർത്ഥമായ ജീവിതം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് വചനത്തെ വിശ്വസിക്കുകയും വചനത്തെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ്. കേട്ട് ചെയ്യുന്നവർ തൻ്റെ പ്രവർത്തികളിൽ ഭാഗ്യവാനാകുമെന്നാണ് യാക്കോബിലൂടെ ദൈവം പറഞ്ഞത്. നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ നാം ബൈബിൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം, ഈ സത്യമറിയാതെ അജ്ഞതയിൽ കിടക്കുന്ന മറ്റുള്ളവർക്കും ഇത് വഴികാട്ടിയായി തീരാൻ, അവർക്കും വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമ്മുടെ പഠനം നമ്മെ സഹായിക്കണം. കാരണം അവർക്കും ഈ സമർത്ഥമായ ജീവിതം അവരെ അനുഭവിക്കണം. കർത്താവ് യേശുവിൻ്റെ വാഗ്ദാനമാണ്, മോഷ്ടിപ്പാനും മുടിപ്പാനും അറുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. യോഹന്നാന്റെ സുവിശേഷം 10-10 സാധാരണയുള്ള ജീവിതം എന്താണെന്ന് പോലും ഇന്ന് ഭൂമുഖത്തുള്ള മനുഷ്യരറിയില്ല. ജീവിതം എന്താണെന്നുള്ള അതിൻ്റെ ഉന്നതമായിട്ടുള്ള അനുഗ്രഹത്തെ ഇന്ന് ഭൂമിയിലുള്ള 750 കോടി വരുന്ന ജനങ്ങൾ, അതിൽ മിക്കവർക്കും ജീവിതം എന്തെന്ന് പോലും അറിയില്ല. അപ്പോൾ പിന്നെ സമർത്ഥമായ ജീവിതം എന്താണ്? സമർത്ഥമായ ജീവിതമെന്ന് പറഞ്ഞാൽ തന്നെ പൗലോസിൻ്റെ ഭാഷയിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭം. ദൈവവുമായുള്ള സഹവാസം, സംസർഗം, കൂട്ടായ്മ, ബന്ധം, ഇതാണ് ജീവിതം. എന്നാൽ ജീവിതത്തിൻ്റെ അർത്ഥം അതാണ്, വ്യാപ്തിയും അനുഗ്രഹവും അതാണ്. ഇപ്പോൾ കർത്താവ് യേശു ഞാൻ നിങ്ങൾക്ക് സമർത്ഥമായ ജീവിതം തരാൻ വന്നത്. അതെങ്ങനെ സാധിക്കുന്നു? അതിനാണ് വചനം.
ഇപ്പോൾ വചനപഠനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമല്ല. നമുക്ക് തീർച്ചയായും നമുക്ക് ആത്മീകമായി ഭക്തിയുടെ ജീവിതത്തിൽ, ധാർമ്മിക ജീവിതത്തിൽ നേട്ടമുണ്ടാകും. വായിക്കുകയല്ല, അത് കീഴ്പ്പെടാൻ തയ്യാറാകുമ്പോൾ മറ്റുള്ളവരോട് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വചന പഠനത്തോടുള്ള അല്ലെങ്കിൽ വചനത്തോടുള്ള നമ്മുടെ സമീപനത്തിന് ആവശ്യമായ 2 കാര്യങ്ങൾ. ഈ 2 അടിസ്ഥാന കേന്ദ്ര തത്വങ്ങൾ അത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഇന്ന് നമ്മൾ ആദ്യത്തെ തത്വം പരാമർശിക്കും. 2 തത്വങ്ങളാണ് സുപ്രധാനമായിട്ടുള്ളത്. ഈ 2 അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ ബൈബിളിനെ സമീപിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനമുണ്ടാകും. ബൈബിൾ നമ്മളെ സ്വാധീനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ പിന്നിൽ കുറേ ഷെൽഫിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ഇതെല്ലാം ആത്മീക പുസ്തകങ്ങളാണ്. ബൈബിളിനെ പോലെ ഈ ഒരു പുസ്തകവും ഒരാളെ സ്വാധീനിക്കില്ല. ഇതേപോലെ വിശ്വാസികളല്ലാത്തവർ എഴുതിയ അനേക പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. സാധാരണ രീതിയിലുള്ള വളരെ ക്ലാസിക് നോവലുകളും പല പുസ്തകങ്ങളുണ്ട്. അതൊന്നും നമ്മളെ ബൈബിൾ സ്വാധീനിക്കുന്ന പോലെ ലോകത്തിൽ ഒരു പുസ്തകവും ഒരു മനുഷ്യനെയും സ്വാധീനിക്കില്ല. കാരണം ഈ 2 തത്വങ്ങളിൽ ആദ്യത്തേത്, ഒന്ന്, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു സുപരിചിതമായ പ്രയോഗം, പക്ഷെ നാം അത് വിശ്വസിക്കുന്നുണ്ടോ? ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. ഇപ്പോൾ ബൈബിൾ പഠനത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് പ്രയോജനം, അനുഗ്രഹമുണ്ടാകണമെങ്കിൽ, അത് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ബൈബിളിനെ സമീപിക്കുന്ന വ്യക്തിക്ക് അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ആദ്യം സമീപിക്കുമ്പോൾ തന്നെ ബോധ്യമുണ്ടാകണം, നിശ്ചയമുണ്ടാകണം, ബൈബിൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ പഠിക്കുന്ന എല്ലാവരും തിരിച്ചറിയണം, വ്യക്തമായ നിശ്ചയമുണ്ടാകണം. ഇത് വെറും ഒരു പുസ്തകമല്ല. കോടിക്കണക്കിന് പുസ്തകം ഓരോ മിനിറ്റിലും ലോകത്തിൻ്റെ എത്രയോ പ്രിൻറ്റിംഗ് പ്രസ്സുകളിൽ നിന്ന് പുസ്തകങ്ങൾ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന പ്രസിദ്ധീകരിച്ച പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകമല്ല ബൈബിൾ. ബൈബിൾ ഏക പുസ്തകമാണ്. ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അത് വ്യക്തമായി ബോധ്യപ്പെടണം. മനുഷ്യകുലത്തോടുള്ള ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ്. മനുഷ്യന് വേണ്ട കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതത്തെ നടത്താൻ ധാർമ്മികമായും സദാചാരപരമായും ആത്മീകമായും അവൻ്റെ ജീവിതത്തെ പരിപാലിച്ച് നടത്തുവാനായി ദൈവം നൽകിത്തന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ഇതല്ലാതെ വേറൊരു ഗ്രന്ഥം ഭൂമിയിൽ ദൈവം തന്നിട്ടില്ല. ഒരു വ്യക്തി ഇത് ഉറപ്പോടെ വിശ്വസിക്കുമെങ്കിൽ ബൈബിൾ ദൈവത്തിൽ നിന്ന്, അതായത് ഉന്നതമായൊരു ഉറവിടത്തിൽ നിന്ന്, ഉന്നതമായൊരു അസ്തിത്വത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് മനുഷ്യർക്ക് നൽകപ്പെട്ടതായ വെളിപാടാണ് ബൈബിൾ എന്ന് മനസ്സിലാക്കുമ്പോൾ, മനുഷ്യരിൽ നിന്നുണ്ടായതല്ല, മനുഷ്യർ എഴുതി ഉണ്ടാക്കിയതല്ല, മനുഷ്യ ഇഷ്ടത്താൽ വന്നതല്ല. അപ്പോൾ ദൈവത്തിൽ നിന്നാണ്, ഉന്നതമായൊരു ഉറവിടത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബൈബിളിലെ വാക്യങ്ങൾ വായിക്കാനും കേൾക്കാനും അധികം താല്പര്യമുണ്ടാകും. സാധാരണ പുസ്തകം, നോവല്, കഥ ഇതൊക്കെ വായിക്കുന്ന പോലെയല്ല. ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ ബൈബിൾ കേൾക്കാനും വായിക്കാനും ബൈബിൾ കൈകാര്യം ചെയ്യാനും വേറൊരു കാഴ്ചപ്പാടുണ്ടാകും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമായി ചിന്തിക്കാൻ പോകുന്നത്, ബൈബിൾ തന്നെ അവകാശപ്പെടുന്നത് ഇത് ദൈവത്തിൻ്റെ വെളിപാടാണ്. ദൈവശ്വാസീയമായ, എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ദൈവശ്വാസീയമായ വെളിപാടാണ് ബൈബിൾ. ഇവിടെ 2 വിഷയങ്ങളാണ്, 2 വാക്കുകളാണ് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ വാക്കാണ്, ഈ വിഷയത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ ഇത് 2 വാക്കുകളും പഠിക്കണം. ഒന്നാമത്തെ വാക്ക് വെളിപാട്, രണ്ടാമത്തെ വാക്ക് ദൈവശ്വാസീയത. ഇംഗ്ലീഷിൽ ഒന്ന് റെവലേഷൻ, മറ്റൊന്ന് ഇൻസ്പിറേഷൻ. അപ്പോൾ ഈ 2 വാക്കിനെയും ശക്തമായി, കർശനമായിട്ട് നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, തെറ്റിദ്ധരിക്കാതിരിക്കുക. ബൈബിൾ പൂർണ്ണമായും ദൈവശ്വാസീയമാണ്. പക്ഷേ ബൈബിൾ എല്ലാം വെളിപാടല്ല. ബൈബിൾ പൂർണ്ണമായും ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ വ്യക്തമായി പറഞ്ഞു, 2 തിമോത്തിയോസ് 3:16, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. കാരണം മനുഷ്യർക്ക് പറയാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദൈവശ്വാസീയം, ദൈവത്തിൻ്റെ ശ്വാസത്താൽ ഉളവായത്. പക്ഷേ ബൈബിളിൽ എല്ലാം വെളിപാടുകളല്ല.
പലരുടെ സംഭാഷണങ്ങളും മറ്റു പലതൊക്കെ ഉണ്ട്, നിഗമനങ്ങളുണ്ട്, മനുഷ്യരുടെ തർക്കങ്ങളുണ്ട്, അതിൽ പല കാര്യങ്ങളുണ്ട്. ബൈബിൾ പക്ഷേ പൂർണ്ണമായി ദൈവവിശ്വാസീയമാണ്. ഈ വിഷയം വിശദമാക്കുകയാണ് നമ്മുടെ താഴോട്ടുള്ള പഠനം. ആദ്യം നമുക്ക് വെളിപാടിലേക്ക് നോക്കാം. വെളിപാട്, അതായത് മറച്ചു വെച്ചതിനെ തുറക്കുക, മറഞ്ഞിരുന്നത് വെളിപ്പെടുത്തുക. ഇതാണ് ദൈവം വെളിപാടെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആലോചന അല്ലെങ്കിൽ ദൈവഹിതം, ഇത് മനുഷ്യർക്ക് ദൈവം നേരിട്ട് അറിയിച്ചു കൊടുക്കുകയാണ്. ദൈവം പറഞ്ഞു, ഇതാണ് എൻ്റെ ഇഷ്ടം, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ആലോചന. ഇത് മനുഷ്യർക്ക് മാനുഷികമായ യാതൊരു വഴിയിലൂടെയും, വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ വിദ്യാഭ്യാസം നേടിക്കൊണ്ട്, മാനുഷിക ജ്ഞാനം കൊണ്ട്, കുഴിച്ചെടുത്തുകൊണ്ട്, മലമുകളിൽ കയറിക്കൊണ്ട്, കണ്ണടച്ചിരുന്നു കൊണ്ട്, ഇങ്ങനെ മാനുഷികമായ യാതൊരു മാർഗത്തിലൂടെയും ഈ വെളിപാട് ലഭിക്കില്ല. ഇത് ദൈവം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദൈവിക വെളിപാടെന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യർക്കിത് അറിയാൻ കഴിയില്ല. പ്രത്യേകമായ വെളിപാടാണിത്. ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുന്ന പ്രത്യേകമായ വെളിപാട്. കാരണം വേറൊരു വെളിപാടും കൂടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പരാമർശിക്കും. സ്പെഷ്യലാണിത്, സ്പെഷ്യൽ റെവലേഷൻ, പ്രത്യേകമായ വെളിപാടാണ്. ചരിത്രത്തിലുടനീളം ദൈവം പല മാർഗത്തിലൂടെയാണ് തന്നെ വെളിപ്പെടുത്തിയത്. എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് സുപരിചിതമായൊരു വേദഭാഗമാണ്. എബ്രായർക്കെതിരെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ദൈവമാണ് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും വെളിപ്പെടുത്തുന്നതിൻ്റെ കാരണം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് തന്നെ കാണും ഈ ദൈവത്തിൻ്റെ മാർഗം. ഇപ്പോൾ ദൈവം തൻ്റെ ഹിതം, മറക്കരുത് ആ വാക്ക്, ദൈവഹിതം, ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെ മാർഗം ദൈവം വെളിപ്പെടുത്തി. അല്ലാതെ മനുഷ്യർക്ക് അറിയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും വരില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി. ആദ്യം ദൈവം വെളിപ്പെടുത്തിയ മാർഗം സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അവിടെ അബ്രഹാമിനോടുള്ള ഇടപാട് ദൈവം ഇങ്ങനെ ചെയ്തു. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, അപ്പോൾ അബീമേലെക്കിൻ്റെ അടുക്കൽ ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ ഇടപെടുകയാണ്. കാരണം അബീമേലെക്ക് സ്വന്തമാക്കി വെച്ച ആ സ്ത്രീ അബ്രഹാമിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ വിവരം ദൈവം സ്വപ്നത്തിലൂടെയാണ് അറിയിച്ചത്. യെശയ്യാപ്രവചന പുസ്തകം 29-ാം അധ്യായം, യെശയ്യാവ് 29-ന്റെ 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 29, 10, 11 വാക്യങ്ങൾ. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടമിട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. അപ്പോൾ ദൈവം ദർശനങ്ങളിലൂടെ, അത് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ദാനിയേലിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ദാനിയേൽ 2:19. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദർശനത്തിലൂടെ ദൈവം ദാനിയേലിന്, രാജാവിന് മറിഞ്ഞിരിക്കുന്ന സത്യം വെളിപ്പെടുത്തി. എസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിലും നമുക്കിതേ മാർഗം കാണാം. അപ്പോൾ ദൈവം തൻ്റെ ഹിതം മനുഷ്യർക്ക് വെളിപ്പെടുത്തുമ്പോൾ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ. എസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ കൽദേ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ എസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. അവിടെ യഹോവയുടെ കയ്യും അവൻ്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്കുന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ തീയുടെ നടുവിൽ നിന്ന് തന്നെ. അപ്പോൾ ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണാം. അത് എസ്കേൽ 11:24 കാണാം. അപ്പം സ്വപ്നങ്ങളും ദർശനങ്ങളും. കൂടാതെ മറ്റൊരു മാർഗം ദൈവം ഉപയോഗിച്ചത് സംഖ്യാപുസ്തകത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. കാരണം ഇത് ദൈവം വെളിപ്പെടുത്താതെ മനുഷ്യർക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ആരുടെ ഹിതം? ദൈവത്തിൻ്റെ ഹിതം. സംഖ്യാപുസ്തകം 12:8 മോശയെക്കുറിച്ച് ദൈവം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപ്പൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അപ്പം മോശയെക്കുറിച്ച് പറഞ്ഞ് ഇംഗ്ലീഷിൽ മൗത്ത് ടു മൗത്ത്. ദൈവം മോശയോട് നേരിട്ട് സംസാരിച്ച് ദൈവം വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടം. കൂടാതെ
ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മറ്റൊരു രീതി അവലംബിച്ചത് ദൈവം തൻ്റെ ഹിതം മനുഷ്യർക്ക് വെളിപ്പെടുത്തുവാൻ ആവർത്തനം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം. നിന്നെപ്പോലെ പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നൊക്കെയും അവൻ അവരോട് പറയും. ഇപ്പോൾ ദൈവം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെന്ന് പറയുന്ന മനുഷ്യരുടെ നാവിന്മേലാക്കി. യിരെമ്യാ പ്രവാചകനും ഇതേ കാര്യം സാക്ഷ്യപ്പെടുത്തും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ തൻ്റെ അനുഭവം പറയുന്ന ഇപ്രകാരമാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും വചനത്തിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവം വചനം നാവിൽ കൊടുത്തു. എസ്കേൽ 3:4 കാണാം. കൂടാതെ മറ്റൊരു മാർഗ്ഗം ദൈവം ദൂതന്മാരെ അയച്ച് സംസാരിച്ചു. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അനന്തരം യഹോവ അന്ന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. തലപൊക്കിയപ്പോൾ 3 പുരുഷന്മാരുടെ നേരെ നിൽക്കുന്നു കണ്ടു എന്നൊക്കെ കാണാം. ദൂതന്മാരുടെ സംസാരിക്കും. മറിയയ്ക്ക് ദൂതനിലൂടെ കടന്നു. ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ സ്തെഫാനോസ് സംസാരിക്കുമ്പോൾ ഇപ്രകാരം വെളിപ്പെടുത്തും. അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. ഇവിടെ സ്തെഫാനോസിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. അവിടെ പറഞ്ഞത്, സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. മോശയെക്കുറിച്ച് പറഞ്ഞാണ്. ദൂതന്മാർ മുഖാന്തരം മോശയോട് സംസാരിച്ചു. അനവധി തെളിവുകൾ പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്. ദൂതന്മാർ സംസാരിച്ചു. അപ്പോൾ ദൈവം തൻ്റെ ഹിതം മനുഷ്യർക്ക് സ്വന്തം കഴിവുകൾ കൊണ്ട്, ബുദ്ധിസാമർഥ്യം കൊണ്ട്, പഠനം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, മറ്റ് യാതൊരു കഴിവുകൾ കൊണ്ടും അറിയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ഇഷ്ടം. ഓരോ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ, ഓരോ വിഷയം നമ്മൾ സമീപിക്കുമ്പോൾ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഈ വിഷയത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, അത് ചെയ്യാനാണ് ദൈവം നമ്മളെ ഭൂമി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവമക്കൾ. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ വിഷയത്തിൽ എൻ്റെ ഇഷ്ടമല്ല. നമുക്ക് ചിലപ്പോൾ ഒരു വഴി ചൊവ്വായിട്ട് തോന്നും, പക്ഷെ അത് ചിലപ്പോൾ മരണവഴിയായിരിക്കും, അറിയില്ല. അവസാനം തിരിഞ്ഞു വരാൻ പറ്റാതെ വണ്ണം നമ്മൾ തകർന്നു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് അറിയിച്ചു. ദൈവം നമ്മുടെ ഒരു അപ്പനെ പോലെയാണ്. നടക്കേണ്ട വഴികൾ കൃത്യമായി പറഞ്ഞു തരികയാണ്. നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത മാർഗ്ഗം ദൈവം പല വിധത്തിലാണ്, പല സന്ദർഭങ്ങളിൽ പല വിധത്തിലാണ് വെളിപ്പെടുത്തിയത്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, ദൈവം നേരിട്ട് സംസാരിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു കാലമല്ല. ഇന്ന് അതെല്ലാം വചനത്തിലാണ്. പ്രവാചകന്മാരുടെ ഉള്ളിൽ തൻ്റെ വചനം കൊടുത്തു. ദൂതന്മാരെ അയച്ച് താൻ പറയാനുള്ളത് പറഞ്ഞു. ചിലരുടെ മാർഗത്തെ തടസ്സപ്പെടുത്തി ദൈവം ദൂതന്മാരിലൂടെ. അവസാനം ദൈവം എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം പുത്രനെ അയച്ചു. ഇതുവരെ ദൈവം പ്രപഞ്ചത്തോട് ലോകത്തോട് പറഞ്ഞതിൻ്റെ എല്ലാം പൂർണ്ണതയായി. ഇതുവരെ പലരിലൂടെ ഉപയോഗിച്ചു. പക്ഷെ അവസാനം ദൈവം തന്നെ ഇറങ്ങി വന്നു തൻ്റെ പുത്രൻ മുഖാന്തരം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഫിലിപ്പോസ് പിതാവിനെ കാണിച്ചു തരണം എന്ന് യേശുവിനോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞാൻ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്ന ജീവിത മാർഗം എന്താണ്? വഴി എന്താണ്? നീതിയുടെ മാർഗം എന്താണ്? ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയായിട്ട് ഇറങ്ങി വന്നു. ഒരു മൂർത്തിഭാവമായി തീർന്നു ദൈവത്തിൻ്റെ സത്യം. വചനം ജഡം ധരിച്ചു വന്നു. ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിച്ചത് ജീവിച്ച് കാണിച്ചു തന്നു. അതാണ് കർത്താവ് യേശു. കാരണം കർത്താവ് യേശുവിനെ കുറിച്ച് കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പറയുന്നത്, കൊലോസ്യർ 2:9 അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. അപ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം, ഇത് അന്ത്യകാലം, ഇനിയൊരു കാലമില്ല, ഇത് അവസാന കാലമാണ്. അപ്പോൾ പിതാക്കന്മാരുടെ കാലം, മോശയുടെ കാലം കഴിഞ്ഞത് അവസാന കാലം. ഈ അവസാന കാലത്ത് പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ദൈവം തൻ്റെ ഇഷ്ടം, തൻ്റെ ആലോചന നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇത് വെളിപാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷേ ഇത് കൂടാതെ മറ്റൊരു മാർഗം ദൈവം ഉപയോഗിച്ചിരുന്നു. അത് സൃഷ്ടിയിലൂടെ, സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലൂടെ, അതിൽ പ്രകൃതിയിലൂടെയുള്ള വെളിപാട്, നാച്ചുറൽ റെവലേഷൻ. ആദ്യത്തെ സ്പെഷ്യൽ റെവലേഷൻ, ഇത് നാച്ചുറൽ, പ്രകൃതിയിലൂടെയുള്ള വെളിപാട്. എന്നാൽ ദൈവം സൃഷ്ടിച്ചാണ് പ്രകൃതി, താനെ പൊട്ടിത്തെറിച്ചുണ്ടായതല്ല. അപ്പോൾ ഈ പ്രകൃതിയിലൂടെ പോലും ദൈവം വ്യക്തമായി തന്നെ വെളിപ്പെടുത്തി, തന്നെ കാണിച്ചു തരികയാണ്.
വ്യക്തിപരമായ അനുഭവം നമുക്ക് കിട്ടില്ല പ്രകൃതിയിലൂടെ, പക്ഷെ ദൈവം ഉണ്ടെന്ന് കാണിച്ചു തരും. അവൻ്റെ നിത്യശക്തി, ദിവ്യത്വം. സങ്കീർത്തനം 19:1 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കും. അപ്പോൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിച്ചിരിക്കുകയാണ്. ആകാശം 3 ആകാശമുണ്ട്. അപ്പോൾ ആകാശവിധാനം അവൻ്റെ കൈവേല, അതിൽ കിടക്കുന്ന കോടിക്കിടക്കുന്ന നക്ഷത്രങ്ങളും മിൽക്കി വേസും ആകാശഗംഗകളും ക്ഷീരപഥങ്ങളും എല്ലാം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനൊരു വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ പൗലോസും മറ്റും ബർന്നബാസും സംസാരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 14:17 എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ദൈവം എവിടെ? ദൈവത്തിനെ കാണാനില്ലല്ലോ. ദൈവമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ചുറ്റും. കണ്ണുള്ളവർക്കത് കാണാം. ബുദ്ധിക്ക് തെളിവായിട്ടാണ് റോമാലേഖനം 1:20 പൗലോസ് ഇത് തന്നെ ഉറപ്പിച്ച് പറയും. ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നു. സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് പ്രകൃതി മുഴുവൻ. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതി, ആകാശത്തു നിന്ന് മഴ, ഫലപുഷ്ടിയുള്ള കാലങ്ങൾ, ആഹാരം, സന്തോഷം, തൃപ്തി, ഇതൊക്കെ ദൈവം തരുന്ന ദാനമാണ്. ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ. ദൈവം ഇത് എൻ്റെ സാക്ഷ്യമാണ്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, പ്രയാസപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. ഞാനിവിടെ ഉണ്ട്. ആകാശത്തിലേക്ക് നോക്ക്, ഭൂമി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട് ഇവിടെ. നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം വെളിപ്പെടുത്തുകയാണ്. റോമർ 1:20 കാണാം. മനോഹരമായി പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം അവതരിപ്പിക്കും. റോമർ 1:20 അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വം. ദൈവം നിത്യനാണെന്നും നിത്യനായൊരു ദൈവം ഉണ്ടെന്നും ദൈവമാണെന്നുമുള്ള സത്യം. ഈ 2 ഗുണങ്ങൾ മാത്രമേ പ്രകൃതിയിലൂടെ കാണിക്കുന്നുള്ളൂ. ഒന്ന് നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. ദൈവത്തെ ദൃശ്യമല്ല, കാണാൻ പറ്റില്ല, നമ്മുടെ കണ്ണുകൾ അതിന് പോരാ. പക്ഷെ ദൈവം ഉണ്ടെന്നുള്ള തെളിവ് അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ. ഇപ്പോൾ ലോകം അവൻ്റെ സാക്ഷ്യമാണ്. അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ല, ആർക്കും ഇനി നീതീകരണം, ന്യായീകരണമില്ല. ദൈവത്തിന് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കാത്തത്. ഇതിന് കണ്ണ് കാണാം, നമുക്ക് കണ്ണുണ്ട്, കാണാം. പ്രകൃതി, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ക്രമീകരണം, അതിൻ്റെ ആവിഷ്കാരം, അത് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെല്ലാം വ്യക്തമാണ്. അപ്പോൾ വെളിപാടെന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് വചനത്തിലൂടെ പ്രത്യേക വെളിപാട്, അല്ലാതെ പ്രകൃതിയിലൂടെ വെളിപാട്. ഇപ്പോൾ ദൈവം ചരിത്രപരമായി നടക്കുന്ന പല സംഭവങ്ങളിലും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ട തരത്തിൽ ഇടപെടും. ഉദാഹരണത്തിന് കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ പരമയാഗം, അത് വളരെ ആവശ്യമാണ്. ദൈവം അതിലൂടെ ഇടപെട്ടു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ശിഷ്യന്മാരും കർത്താവ് യേശു മശിഹ ആയിരിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടെ പോയി. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന രക്ഷകനാണെന്ന് ചിലർ യേശുവിനെ വിശ്വസിച്ചു. കർത്താവ് യേശു രക്ഷയുടെ വിഷയങ്ങളാണ് മനുഷ്യർ സംസാരിച്ചത്, ആത്മീക വിഷയങ്ങൾ. ആത്മീകമായിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ. പക്ഷേ പലപ്പോഴും താൻ മശിഹയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. താൻ ഈ വെളിപ്പെടുത്തി കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ടും പലർക്കും മനസ്സിലാക്കാൻ. ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് യേശുവിൻ്റെ ക്രൂശീകരണം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്. ഇതിനു ശേഷം ഒരു ദിവസം 2 ശിഷ്യന്മാർ എമ്മാവൂസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ വളരെ നിരാശരാണിവർ. യെരുശലേമിൽ ഈ നാളുകളിൽ നടന്ന സംഭവങ്ങൾ അവർ പ്രതീക്ഷ അർപ്പിച്ചു യേശുവിൽ. പക്ഷേ യേശു മരിച്ചതോടുകൂടി എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് തളർന്ന് നിരാശപ്പെട്ടു പോവുകയാണ്. കർത്താവ് യേശു അങ്ങനെ കിടക്കുന്നൊരു മനുഷ്യനെ വെറുതെ വിടില്ല. തന്നെ സ്നേഹിക്കുകയും അനുസരിക്കുകയും തന്നെ പിൻപറ്റുകയും ചെയ്തൊരു വ്യക്തി നിരാശപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കില്ല. കർത്താവ് അവരുടെ കൂടെ നടന്നു. അങ്ങനെ അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്, അതിൻ്റെ 21 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ ലൂക്കോസ് 24-ാം അധ്യായത്തിൽ, ഞങ്ങളോ അവൻ ഇസ്രായേലിന് വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു, അത്രയുമല്ല ഇത് സംഭവിച്ചിട്ടെന്ന് 3-ാം നാളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വേദനകൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ യേശു ഇവിടെ കൂടെ ചേർന്ന് നടന്നു. കർത്താവിടെ കൂടെ നടന്നിട്ട് പക്ഷേ ഈ 2 ശിഷ്യന്മാരുടെ ഹൃദയത്തിലും മനസ്സിലും സങ്കടവും നിരാശയും വേദനയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടെയുള്ളത് ആരെന്നറിഞ്ഞില്ല. പലപ്പോഴും പലരുടെ അവസ്ഥ അതാണ്. വേദനയും സങ്കടവും ആകുലതവും ഭയവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മീകമായുള്ള കണ്ണുകൾ അടഞ്ഞു പോകുന്നു. കർത്താവ് കൂടെ നടന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ കർത്താവിടെ കണ്ണ് മറച്ചു കളഞ്ഞു.
ക്രൂസ് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തിനാണ് ക്രൂസ്? ക്രൂസിലെ മരണത്തിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? മനുഷ്യകുലത്തിന് അതിൻ്റെ നന്മ എന്താണ് എന്നൊന്നും അവർ ചിന്തിച്ചില്ല. കർത്താവ് യേശു പലപ്പോഴും സൂചിപ്പിച്ചതാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് തനിയെ ഇരുന്ന ഒരു ഗുണവുമില്ല. ഞാൻ യെരുശലേമിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് എനിക്ക് ഇങ്ങനെ സംഭവിക്കും, ഞാൻ 3 നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ മുൻകൂട്ടി പലതവണ പറഞ്ഞതാണ്, വെളിപ്പെടുത്തിയാണ്. പക്ഷേ ഇവർക്ക് അതൊന്നും ഓർക്കത്തില്ല. അവർ ചരിത്രപരമായ ആ സംഭവം കണ്ടു കാണാം. ആ ഗോൽഗുത്ത മലയിൽ ക്രൂസിൽ അവരുടെ പ്രിയപ്പെട്ട അവരുടെ കർത്താവ് ക്രൂസിൽ മരിക്കുന്നതൊക്കെ ദൂരെ മാറിയെന്ന് കണ്ടിട്ടുണ്ടാകാം. യേശു ക്രൂസിൽ മരിച്ചത്, പടാളികൾ യേശുവിനോട് ചെയ്തത്, യേശുവിനെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കിയത്, അരിമത്യക്കാരനെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ അടക്കിയത് ചിലപ്പോൾ ഇവർ കണ്ടിരിക്കാം. കൂടാതെ യേശു ഉയർത്തെഴുന്നേരുന്ന വാർത്ത ഇവർ കേട്ടിരിക്കാം. പക്ഷേ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, സംശയമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണം, യാഗം, അത് മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനാണെന്നും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യർക്ക് പ്രത്യാശ തരാൻ വേണ്ടിയാണെന്നും ഉള്ള സത്യം അവർ അറിഞ്ഞില്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ പ്രത്യാശയുടെ ഏറ്റവും വലിയ തെളിവ്. നമുക്ക് പ്രത്യാശയിൽ നിൽക്കാൻ, അവസാനത്തോളം മുറുകെ പിടിച്ച് നിൽക്കാൻ, ഏത് പ്രതികൂലം വന്നാലും കൈവിടാതെ മുറുകെ പിടിച്ച് നിൽക്കാൻ യേശു നമ്മുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു. ഈ ഭൂമിയിൽ ഒന്നും നിങ്ങളെ പിടിച്ചു വയ്ക്കില്ല. ഒരു കല്ലും നിങ്ങളുടെ കല്ലറയുടെ മുമ്പിൽ നിങ്ങളെ പുറത്തു വരാതെ തടയാൻ പറ്റില്ല. കർത്താവ് യേശു നമുക്ക് പ്രത്യാശ തരികയാണ്. ഇതാണ് സുവിശേഷം. ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പ്. 1 കൊരിന്ത്യർ 15 1 മുതൽ 4 വരെ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു. ഇത് ദൈവിക വെളിപാടാണ്. മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വെളിപാടാണ്. ഇത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വെളിപാട് അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ദൈവം എല്ലാം വെളിപ്പെടുത്തിയത്, നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കാൻ, ദൈവപരിജ്ഞാനത്തിൽ, ദൈവഭയത്തിൽ നമ്മളെ നിർത്താൻ. ഇപ്പോൾ നമ്മുടെ വിഷയം ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ നാം സ്വയം ചോദിച്ചു നോക്കുക. ബൈബിൾ വായിക്കാറുണ്ട്, ബൈബിൾ കേൾക്കാറുണ്ട്, ബൈബിൾ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ ബൈബിൾ ദൈവത്തിൻ്റെ വചനം, ഇതിലെ ദൈവിക അധികാരം. ബൈബിൾ പറയുന്നതിന് വിരോധമായി എന്തൊക്കെ ആരൊക്കെ തർക്കിച്ചിട്ടും ഒരിക്കലും അതിലൊരു കാര്യവുമില്ല. ബൈബിളാണ് ദൈവിക അധികാരം. ബൈബിൾ പറയുന്നുണ്ടോ നമുക്കത് ചെയ്യാൻ കഴിയണം. അത് പാറപ്പുറത്ത് കയറി നിൽക്കുന്നതിന് തുല്യമാണ്. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറയിൽ വീണ് വെളുത്ത മനുഷ്യൻ. പക്ഷെ മനുഷ്യരുടെ അഭിപ്രായം, സംഘടനയുടെ തീരുമാനം, എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ മണലിലാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ കേൾക്കുന്ന ആത്മീക സത്യങ്ങൾ ഉൾപ്പെടെ തിരുവചനപ്രകാരം പരിശോധിക്കാൻ ബറോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായ ഒരു സ്വഭാവം വേണം. കാരണം വചനം ദൈവത്തിൻ്റെതാണ്. ഇത് വെറുമൊരു പുസ്തകമല്ല. ദൈവം മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്തിനാണ് വെളിപ്പെടുത്തിയത്? നാം അപ്രകാരം പോകാൻ, സഞ്ചരിക്കാൻ, ജീവിക്കാൻ. കാരണം കർത്താവ് സമൃദ്ധമായ ജീവിതമാണ് തരുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വചനത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടണം, ദൈവത്തിന് കീഴ്പ്പെടണം. അപ്പോസ്തലന്മാർ പറഞ്ഞ പോലെ മനുഷ്യരെയോ ദൈവത്തെയോ അനുസരിക്കേണ്ട. നിങ്ങൾ പറ, ഞങ്ങൾക്ക് കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ദൈവം തന്നെ വെളിപ്പെടുത്തി. എന്തിനാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്? നമുക്ക് ആ പ്രകാശവും വെളിച്ചവും കിട്ടാൻ, നമ്മൾ നിത്യത വരെ നടന്നു ചെല്ലാൻ. അതിനുവേണ്ടി ദൈവം വെളിപ്പെടുത്തി. വെളിപ്പെടുത്തിയത് മനുഷ്യർക്ക് അറിയാൻ കഴിയുന്നതല്ല. സാധാരണ രീതിയിൽ എവിടെയെങ്കിലും പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം വെളിപ്പെടുത്തി തന്നു. അങ്ങനെ വെളിപ്പെടുത്തി തന്നതാണ് വിശുദ്ധ പുസ്തകം, വിശുദ്ധ വേദ പുസ്തകം. ഈ പുസ്തകത്തിലൂടെ മാത്രമാണ് ദൈവം തന്നെ പരിചയപ്പെടുത്തിയത്. ആദ്യം പ്രകൃതിയിലൂടെ നിത്യശക്തിയും തൻ്റെ ദിവ്യ സ്വഭാവമൊക്കെ കാണിച്ചു തന്നു. പക്ഷെ അതൊരിക്കലും വ്യക്തിപര ബന്ധം സ്ഥാപിക്കാനായിട്ട് പര്യാപ്തമല്ല. അതിനാണ് പുത്രൻ വന്നത്. പുത്രൻ ആ ബന്ധം ദൈവവുമായിട്ട് തകർന്നുപോയ, വിട്ടുപോയ ബന്ധം ദൈവമായിട്ട് പുനഃസ്ഥാപിക്കാൻ കർത്താവ് യേശു വന്നു. നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. അതിലൂടെ നമ്മൾ അനുരൂപപ്പെടുമ്പോൾ, വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ പുനഃസ്ഥാപിക്കപ്പെടും. എത്ര വലിയ നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. തുടരാം അടുത്ത പഠനത്തിൽ ഈ വിഷയത്തിൻ്റെ പൂർണ്ണമായ വിശദീകരണത്തിലേക്ക്. ബൈബിൾ അധികാരം, ബൈബിളിനൊരു അധികാരമുണ്ട്. അത് അതിൻ്റെ പരിശുദ്ധിയോട് തന്നെ കേൾക്കാനും പഠിക്കാനും വിശ്വസിക്കാനും സാധിച്ചാൽ ബൈബിൾ വായന പോലെ തുല്യമായ മറ്റൊരു അനുഭവമില്ല. നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ മനസ്സ് നാം അറിയുകയാണ് വചനത്തിലൂടെ. എന്തിനാണ്? അതനുസരിച്ച് ജീവിക്കാൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ.